ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എയർ ഡ്രോപ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന മിമിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പാണ്. അവരുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ വാലറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ടെലഗ്രാം യൂസേഴ്സിനും ഫ്രീ ആയിട്ട് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ്റെ എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഈ ഡോഗ്സ് എന്ന് പറയുന്ന എയർ ഡ്രോപ്പ് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിനെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഡ്രോപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് ഇപ്പം വന്നിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റാണ്. ഇവരുടെ ടോക്കൺ എവിടെയും ലിസ്റ്റ് ആയിട്ടില്ല. പക്ഷേ നിങ്ങളൊരു ടെലഗ്രാം യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എലിജിബിലിറ്റി കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഡോഗ്സിൻ്റെ ടോക്കൺ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക എന്ന് കാണിച്ചു തരാം. ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലും കിടപ്പുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം ഒരു ബോട്ട് ഓപ്പൺ ആയിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. എന്നിട്ട് വാവ് ലെറ്റ്സ് ഗോ എന്നുള്ള ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അക്കൗണ്ട് എത്ര കാലമായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെലഗ്രാം പ്രീമിയം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ 1 വർഷം ഓൾഡ് ആയിട്ടുള്ള ടെലഗ്രാം അക്കൗണ്ട് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് 838 ഡോഗ്സിൻ്റെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്രത്തോളം ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കുക. ഇതുവരെ എവിടെയും ലിസ്റ്റഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഫ്യൂച്ചർ പ്ലാനും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ വിധ അപ്ഡേറ്റുകൾ കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടെലഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആരും മിസ്സാക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ജസ്റ്റ് ഈ ഒരു ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ടോക്കൺസ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതിയാകും. വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല, വേറെ ടാസ്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ്സാക്കാതിരിക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് മിമിഫൈൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. മിമിഫൈൻ്റെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മിമിഫൈ ആൻഡ് ലീനിയ മിമിഫൈ ടോക്കൺ ലിസ്റ്റിംഗ് ഈസ് കമ്മിങ്. അതുപോലെ തന്നെ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ, മിമിഫൈ ആപ്പിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ നമ്മുടെ വാലറ്റ് അസൈൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിമിഫൈൻ്റെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ആക്കുകയാണ് വേണ്ടത്. ടെലഗ്രാം ബോട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് എയർ ഡ്രോപ്പും അതുപോലെ തന്നെ ഒരു വാലറ്റിൻ്റെ സിമ്പിളും കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്ഥലം ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗിന്, അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ്. ഈ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മെറ്റാമാസ്കോ ട്രസ്റ്റ് വാലറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു വാലറ്റ്, സെയിം വാലറ്റ് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ വാലറ്റിൻ്റെ 12 സീഡ് ഫേസുകൾ അവിടെ അടിച്ചു കൊടുക്കാനായിട്ട് വരും. സോ നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാലറ്റ് ഏതാണോ, EVM വാലറ്റ്, ഉദാഹരണത്തിന് മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ, ഇവിടെ അതിന് സീഡ് ഫേസ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാലറ്റ് ഇവിടെ കണക്റ്റ് ആവുന്നതായിരിക്കും. പക്ഷേ ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ എയർ ഡ്രോപ്പ് സെഷനിലേക്ക് വരിക. അതിനുശേഷം ക്രിയേറ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വാലറ്റ് അവിടെ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. ക്രിയേറ്റ് വാലറ്റ് ഞെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു 12 സീഡ് ഫേസുകൾ വരുന്നതായിരിക്കും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ 12 സീഡ് ഫേസുകളും കൃത്യമായിട്ട് എഴുതി വെക്കുക. നമ്മുടെ ഫോണിന് എന്തെങ്കിലും പറ്റിയാലൊക്കെ നമുക്ക് ഈ ഒരു വാലറ്റ് റിക്കവർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സീഡ് ഫേസുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കുക ചെയ്യരുത്. എഴുതി തന്നെ വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വാലറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇതേറിയത്തിൻ്റെയും അതുപോലെ തന്നെ മേമിഫൈൻ്റെയും ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്, വിഡ്രോ എന്നൊക്കെ കാണാനായിട്ട് പറ്റും. സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സീക്രട്ട് ഫേസ് വീണ്ടും കാണാനും അവിടുന്ന് റിക്കവർ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. ആദ്യം പറഞ്ഞ പോലെ തന്നെ മറക്കാതെ എഴുതി വെക്കുക. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേമിഫൈൻ്റെ വാലറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്ന സമയത്ത് ആ മേമിഫൈ എന്നുള്ള സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കലി ടോക്കൺസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവരുടെ ടീം അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.